ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റിയിൽ എങ്ങനെ ബോട്ട് നെക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നോക്കട്ടോ. അപ്പോൾ നെറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ബോട്ട് നെക്ക് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ നെറ്റിൽ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് ബോട്ട് നെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തയ്ക്കാൻ പ്രയാസമുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ബോട്ട് നെക്കാണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് നെക്ക് വീതി കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 3 ഇഞ്ച് വീതി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ കൂട്ടി കൊടുക്കട്ടെ. ഷോൾഡറായിട്ട് ജോയിൻറ്റ് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഒരു 5.25 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 5.5 ഇഞ്ച് ലെങ്ത്താക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 5.5 ഇഞ്ച്. അധികം ലെങ്ത്ത് വേണ്ടവർക്ക് ഒരു 6 ഇഞ്ച് വരെ നെറ്റിക്ക് ലെങ്ത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 5.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം നമുക്കൊരു ലെങ്ത്തായിട്ട് എടുക്കട്ടെ. 5 ഇഞ്ച് 5.5 ഇഞ്ചൊക്കെ. പിന്നെ അതിലേറെ ലെങ്ത്ത് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കഴുത്തിൻ്റെ അവിടെ ടൈറ്റായിട്ട് പോവും. അപ്പോൾ അതാ ഇതേപോലെ വീതി 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 5.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ബോക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കേട്ടോ, ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ഒരു അലിലയുടെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ ഈ ഒരു ഭാഗത്ത് 2.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ വീതി കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയാണ് എല്ലാ ഭാഗത്തും കൊടുക്കുന്നത്. ഇതേപോലെ 2.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നും നമുക്കൊരു 1/4 ഇഞ്ച്, ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ട് കൊടുക്കുക. നമുക്ക് സിബ് വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ച് വീതി ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ ലെങ്ത്ത് നമുക്കൊരു 7 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചൊക്കെ ലെങ്ത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 7 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ ഇത്ര ലെങ്ത്ത് വേണ്ടവർക്ക് കൊടുക്കട്ടെ. നമുക്ക് സിബിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, ഓപ്പൺ വേണ്ടത് ചില അവിടെ അതിനനുസരിച്ച് ലെങ്ത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു തുമ്പ് വശത്ത് കൂടെ ഒരു 1/4 ഇഞ്ച് വീതി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ആ 1/4 ഇഞ്ച് ഇതേപോലെ നമ്മൾ വിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നും 2 ഇഞ്ച് വീതി ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ച് വീതി ഇതേപോലെ ആ 1/4 ഇഞ്ച് വിട്ടിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്ത് നിന്നും 2 ഇഞ്ച് വീതി ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊരു ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചതുര ഷേപ്പാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഈ പോയിൻറ്റുകളൊക്കെ ഒന്ന് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുക. ഇവിടെ ഇങ്ങനെ ചതുരം. ഇനി നിങ്ങൾക്ക് താഴെ ഭാഗം കോണ് വേണമെന്നുണ്ടെങ്കിൽ കോണാക്കിയിട്ടും എടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഷേപ്പിലും ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ താഴെ ഭാഗത്ത് ഇവിടെ വരച്ചത് ലേശം ചെരിവുണ്ട്. അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഇങ്ങനെ ചതുരമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു കോൺ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഒരു കോണാക്കിയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലെ മുട്ടുസൂചി കുത്തിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്യുമ്പോൾ 2 ഭാഗവും നമുക്ക് തെന്നി നീങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉൾഭാഗം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു 1/4 ഇഞ്ച് ഞാനിവിടെ വിട്ടല്ലോ, അത് നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കട്ട് ചെയ്തു. നമുക്കിവിടെ 1 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് എടുക്കാം.
അപ്പോൾ ഇതേപോലെ തന്നെ 1 ഇഞ്ച് കൂടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുത്തു. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ നെക്ക് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തുണിയിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്യണം. അപ്പോൾ ഇത് അയൺ ചെയ്യുമ്പോൾ നമുക്ക് തുണി കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിൽ സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കണ്ട് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിന് പൈപ്പിങ്ങും വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ വീതിയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റിയുടെ ബാക്കി വന്ന ബാലൻസ് പീസാണിത്. അപ്പോൾ സൈഡിൽ നിന്നും നമുക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുക നോക്കാം. അപ്പോൾ 2 പീസ് ഉണ്ട് കേട്ടോ ഈ തുണി. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, എത്രത്തോളം ലെങ്ത്ത് വേണം ഒക്കെ നോക്കുക. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വേണ്ടവർക്ക് ഇത്ര ലെങ്ത്ത് എടുക്കുക. അപ്പോൾ ഇത്ര ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസിൽ ലെങ്ത്ത് കുറച്ചിട്ട് വെട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന്മേൽ മൊത്തത്തിൽ വെച്ച് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് സെൻറ്റർ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വെച്ച് നോക്കാം, അതിന് ഈ തുണി പാകമാകുന്നുണ്ടോ, ഇത് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഇതിന്മേൽ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വീതി കിട്ടണില്ല കേട്ടോ. അപ്പോൾ വീതി കുറച്ച് കുറവായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കിട്ടുമ്പോൾ നമ്മളിതൊന്ന് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ആ സിബ് വെക്കണം ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് 2 സൈഡും സെപ്പറേറ്റ് ആക്കിയിട്ടൊന്ന് നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഞാൻ ആ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ തുണിയിൽ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റാക്കി ഏത് രീതിക്കാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമ്മൾ വെച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ അയൺ ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു തുണിയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നെക്കൊക്കെ ചെയ്യുമ്പോൾ മിക്സ് ആൻഡ് മാച്ച് നൈറ്റീൻ്റെ പീസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു തുണി കൊണ്ട് തന്നെ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ പീസും കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെച്ചെടുക്കണം, പൈപ്പിങ്ങും ചെയ്തെടുക്കണം. അപ്പം ഞാൻ പൈപ്പിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെയിം കളറിലൊരു നൈറ്റി തുണി തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം മിക്സ് ആൻഡ് മാച്ച് തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് പൈപ്പിങ് വേറെ കളർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ മെറ്റീരിയൽ വെച്ചിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ക്രോസ് പീസ് വേണം നമ്മൾ ഇതേപോലെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പൈപ്പിങ്ങിൻ്റെ വീതി എത്രയാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ വീതിക്കനുസരിച്ച് നമ്മളിവിടെ തയ്ച്ച് കൊടുക്കണം. ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ നമുക്ക് അത്ര വേണ്ട ചെറിയ വീതി മതി എന്നുണ്ടെങ്കിൽ ചെറിയ വീതിയിൽ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മൂലയിൽ നമ്മൾ എത്തുമ്പോൾ ഇവിടെ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നമ്മളിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു ഷേപ്പിൽ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ചെറിയൊരു മടക്കിട്ട് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു ആ ഷേപ്പിൽ നമുക്ക് പൈപ്പിങ് കിട്ടും. ഇതേപോലെ ഞാൻ തയ്ച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈപ്പിങ് തയ്ക്കുമ്പോൾ ഒരിക്കലും വലിച്ചു പിടിച്ച് തയ്ക്കരുത് കേട്ടോ, ലൂസായിട്ട് തന്നെ തയ്ച്ചെടുക്കുക. നമുക്ക് രണ്ടാമത്തെ ഈ ഒരു പീസുമേ ഇതേപോലെ നമുക്ക് പൈപ്പിങ് വെച്ചെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു നെക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന് സിബ് വെച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉൾവശത്തേക്ക് ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഈ ഒരു മൂലയിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കട്ടെ. നമുക്കവിടെ മടക്കിയിട്ട് മടക്കാൻ കറക്റ്റ് ആ ഒരു മടക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലെവൽ ചെയ്ത് മടക്കി താഴെ ഭാഗത്തേക്ക് മടക്കി കൊടുത്തിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ചീത്തവശത്തേക്ക് മറിച്ചിട്ടിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ല, ഇത് രണ്ടും സെയിം കളറായതുകൊണ്ട് ചെറിയൊരു പ്രിൻറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ. സെയിം കളറായതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ക്യാമറയിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ക്യാമറയിൽ കുറച്ച് സെയിം കളറായിട്ടും തോന്നുന്നുണ്ട്. ചെറിയൊരു കളർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ മാറ്റമുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈഡ് പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഇതേപോലെ നിങ്ങൾ 1 ഇഞ്ച് ഇതേപോലെ ക്രോസ് പീസ് എടുത്തിട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കുക. നമുക്ക് മറ്റേ വശത്തെ പൈപ്പിങ്ങും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഉൾവശത്തും നമ്മൾ ഈ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ഉൾവശത്തും കൊടുക്കുകയാണ്. എല്ലാ വശത്തും ഒരേ വീതി ആയിരിക്കണം കേട്ടോ, എന്നാൽ നമ്മളെ നെക്ക് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു വീതി തന്നെ, ആ വീതിയിൽ തന്നെ നമ്മൾ തയ്ച്ച് പോരുക. എന്നാലുള്ള നമ്മൾ ഇത് മടക്കുമ്പോൾ കറക്റ്റ് ആ ഒരു വീതി കിട്ടുക. പിന്നെ നമ്മൾ ഈ ക്രോസ് പീസിന് കുറച്ച് വീതി കൂടുതലുണ്ട് കേട്ടോ, ഞാൻ അളവൊന്നും നോക്കാതെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വീതി കൂടിയ ഭാഗത്ത് നമ്മൾ ഓരോ കട്ടിങ് കൊടുത്താൽ നമുക്കത് മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഈ ഒരു വശത്തും ഇതേപോലെ തന്നെ ഞാൻ തയ്ച്ചെടുക്കുകയാണ്. ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ പൈപ്പിംഗ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. കണ്ടില്ല, ഇവിടെ കുറച്ച് വീതി കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രോസ് പീസിൻ്റെ ആ ഒരു ഭാഗം തൂങ്ങി അധികം കിടക്കണ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ടിങ് കൊടുക്കുക, അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ച് തയ്ച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, അതിമല്ല നമ്മൾ കൊടുക്കുന്നത് ഈ ക്രോസ് പീസിൻ്റെ നമ്മൾ മടക്കണ ഈ ഒരു അറ്റവശം ഉണ്ടല്ലോ, ആ അറ്റവശത്ത് അതിൻ്റെ വീതി ലേശം കുറയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ടിങ് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വീതി നമ്മൾ കട്ട് ചെയ്ത് കുറച്ചാലും മതി. ഇതേപോലെ ഉൾവശത്തും ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ക്രോസ് പീസ് എടുക്കുമ്പോൾ കറക്റ്റ് വീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളെ നെക്ക് ഇവിടെ ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സിബ്ബ് വെച്ചെടുക്കണം. അപ്പോൾ സിബ്ബ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൈറ്റി സിബ്ബ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു പട്ട നമുക്ക് ഫ്രണ്ടിൽ വേണം. ആ ഒരു പട്ട നമുക്ക് ആദ്യം വെച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് സിബ്ബ് ഇതേപോലെ വെച്ചെടുക്കാൻ. നമുക്ക് സിബ്ബ് പുറമേക്ക് കാണാത്ത രീതിയിൽ വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 സൈഡിലായിട്ട് പട്ട കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ 2 ലെയറായിട്ട് ബാക്കി വന്ന ബാലൻസ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നൈറ്റി തുണിന് നമുക്ക് സൈഡ് ഭാഗത്ത് നിന്നും കിട്ടുന്ന ബാലൻസ് പീസാണ് 2 തുണിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വശത്തേക്കും നമുക്കൊരു പട്ടാക്കിയിട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു സിബിൻ്റെ ലെങ്ത്ത് നോക്കാം. അപ്പോൾ സിബിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അതിലേറെ നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 9.5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലേക്കായിട്ടാണ് പട്ട കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണ് ഈ ഒരു തുണി ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 ഇഞ്ച് വീതിയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ വീതി കൊടുക്കാം. അപ്പോൾ 2 ഇഞ്ച് വീതിയും നമ്മളെ സിബിൻ്റെ ലെങ്ത്തിലേറെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മൾ ലെങ്ത്ത് എടുക്കട്ടോ. അപ്പോൾ ലെങ്ത്ത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ 1 ഇഞ്ച് ഇങ്ങോട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതേപോലെ അങ്ങനെ മടക്കി കൊടുക്കുക. നല്ല വശം ഇതേപോലെ പുറമേക്കാക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സിബ് കവർ ചെയ്യണ രീതിയിൽ ഇതേപോലെ വെച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതാ സിബിൽ നിന്നും ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചൊക്കെ ഒന്ന് വിട്ടിട്ട് സിബ് ഇതിമേ പിടിക്കും വേണം. ആ ഒരു വീതിയിൽ ഇതേപോലെ നമ്മൾ കവർ ചെയ്ത് തയ്ച്ചെടുക്കുക. ഈ ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് അങ്ങേ സൈഡിലും ഈ പീസ് ഇതേപോലെ തന്നെ വെച്ചെടുക്കുക. ചീത്ത വശത്തേക്ക് 1 ഇഞ്ച് മടക്കിയിട്ട് ഇതേപോലെ ഇങ്ങേ വശത്തും സിബ് കവർ ചെയ്ത് തയ്ച്ചെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ശ്രമിച്ച് നോക്കപ്പോൾ കണ്ടില്ല, നമ്മളെ സിബ് പുറമേക്ക് കാണുന്നില്ല, ഇതേപോലെ കവറിങ് ആയിട്ട് ഇവിടെ കിടക്കും. ഇനി നമ്മൾ ഈ ഒരു നെക്ക് ഇതിമേ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് 2 ഭാഗം തുല്യമായിരിക്കണം കേട്ടോ, കറക്റ്റായിട്ട് നമ്മൾ വെച്ചെടുക്കുക. ഈ ഒരു ഭാഗത്തെ നെക്കും ഇതേപോലെ വെച്ചിട്ട് കറക്റ്റ് അളവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ബാക്കി വന്ന ഈ പീസ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ല, നമ്മൾ സിബ് ഇതിമേ കവർ ചെയ്ത് നിന്നിട്ടുണ്ട്. നമ്മളെ ഉൾവശം ഇതേപോലെ നമുക്ക് കിട്ടുക. നല്ല വശം ഇങ്ങനെയും കണ്ടില്ലേ, നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
സിബും തന്നെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടി താഴെ ഭാഗത്തും കൂടി പൈപ്പിംഗ് കൊടുക്കാം. നമ്മൾ സിബിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ് നമ്മളിവിടെ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്ര ലെങ്ത്ത് വേണ്ടാന്നില്ലവർക്ക് നമുക്ക് ലെങ്ത്ത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതേപോലെ നമ്മളൊരു പൈപ്പിംഗ് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു മടക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ തുടക്കത്തിൽ ചീത്ത വശത്തേക്ക് മടക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ തയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ മറ്റേ വീതിയിൽ തന്നെ നമ്മൾ തയ്ക്കുക. പൈപ്പിംഗ് കൊടുത്ത ആ ഒരു വീതിയിൽ തന്നെ നമ്മൾ തയ്ച്ച് കൊണ്ടുവരും. എന്നിട്ട് ഈ ഒരു അറ്റഭാഗത്തും ചീത്ത വശത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചോളം ഇതേപോലെ മടക്കി കൊടുത്തിട്ട് തയ്ക്കുക. ഉണ്ടല്ലേ, ഇതേപോലെ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇത് ചീത്ത വശത്തേക്ക് മടക്കി കൊടുത്തിട്ട് തയ്ക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ കവർ ചെയ്ത് തന്നെ തയ്ച്ച് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പൈപ്പിംഗ് മുകൾ വശത്തൊക്കെ പൈപ്പിംഗ് കൊടുത്താൽ സൈഡ് വശത്തൊക്കെ പൈപ്പിംഗ് കൊടുത്താൽ അതേ വീതി തന്നെ നമുക്ക് വീതിയിൽ തന്നെ നമ്മൾ തയ്ക്കണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതേപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ബോഡ് നെക്ക് എല്ലാം തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് നൈറ്റിയിൽ എങ്ങനെ പിടിപ്പിച്ചെടുക്കാം നോക്കട്ടോ. അപ്പോൾ നൈറ്റി തുണി നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമ്മളതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ല, നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്നും നമ്മൾ ഈ ഒരു ബോഡ് നെക്ക് നമുക്ക് ഇതിമ വെച്ച് തയ്ക്കണമല്ലോ. അപ്പോൾ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് വെച്ചാൽ ആ വീതി ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 3 ഇഞ്ചാണ് നെക്ക് നമ്മൾ വീതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്നും അങ്ങേ വശത്തേക്ക് 2 വശത്തേക്കായിട്ട് 3 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 3 ഇഞ്ചിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു നെക്ക് വെച്ചെടുക്കാം. നെക്ക് വെച്ചെടുത്തിട്ട് നമുക്ക് മുട്ടുസൂചി ഒന്ന് കുത്തി കൊടുക്കാം. നമുക്ക് തയ്ക്കുമ്പോൾ നീങ്ങിപ്പോരാതെ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ തുണിയൊക്കെ ഇതേപോലെ കൈ കൊണ്ടൊക്കെ ഒന്ന് നിവർത്തി ലെവൽ ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് വേണം മുട്ടുസൂചി നമ്മൾ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്കവിടെ ചുരുണ്ട് കൂടി കിടക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്കൊന്ന് തയ്ച്ച് പോരാം. നമ്മളെ പൈപ്പിംഗ് ചെയ്ത ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചുമ്മ കൂടെ തന്നെ ഇതേപോലെ തയ്ച്ച് പോരുക. എന്നിട്ട് ഈ മൂലയിൽ സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ സിബ് തയ്ച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിലൂടെ തയ്ച്ച് പോരുക. എന്നിട്ട് താഴെ ഭാഗം വരെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു പൈപ്പിങ്ങിലൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെയും സൂചി കുത്തി നിർത്തി കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് തയ്ച്ച് കൊണ്ടുവരിക. അപ്പോൾ തയ്ച്ചത് നെക്കിൻ്റെ വശത്തിലൂടെയാണ് നമ്മൾ തയ്ച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം സിബിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ തയ്ച്ച് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെയും കൂടി സ്റ്റിച്ച് കൊടുക്കാം. ഈ ഓരോ എഡ്ജ് ഭാഗത്ത് വരുമ്പോഴും സൂചി കുത്തി നിർത്തിയിട്ട് വേണം മറുവശത്തേക്ക് തയ്ച്ച് കൊണ്ടുവരാൻ. ഇതേപോലെ നമ്മൾ തയ്ച്ച് ബോഡ് നെക്ക് ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് മുട്ടുസൂചിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് തയ്ക്കണം. അപ്പോൾ നെക്കിൻ്റെ ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 ഇഞ്ചോളം നിങ്ങൾ വിട്ട് കൊടുത്തോണ്ട് എന്നിട്ട് ഇതേപോലെ നമ്മൾ നെക്ക് മറിച്ച് തയ്ക്കുമല്ലോ അതേപോലെ അവിടെ ഇട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. എന്നാലും നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം മറിച്ചിട്ട് തയ്ക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഒരു സിബ് ഓപ്പൺ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ വേണമല്ലോ. അപ്പോൾ ഇവിടെ നമുക്കിത് കവർ ചെയ്ത് കിടക്കുകയാണ്. ഇതേപോലെ സിബ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ നമ്മൾ കട്ടിങ് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ചീത്ത വശത്തേക്ക് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് ഇങ്ങനെ കട്ടിങ് കൊടുക്കുക. 2 സൈഡിലേക്കും ഇതേപോലെ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു തുണി നമുക്ക് ഉള്ളിലേക്കാക്കിയിട്ട് ഇതേപോലെ മടക്കി തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോഡ് നെക്കാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോഡ് നെക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആകൃതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബോഡ് നെക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക.
ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ തയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു പക്ഷേ ക്യാമറ ഓൺ ആയിരുന്നില്ല, അത് ഓഫായി പോയിട്ടുണ്ടായിരുന്നു ഗാലറി ഫുള്ളായിട്ട്. അപ്പോൾ അതാ ഞാൻ അത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതൊക്കെ മടക്കി തയ്ച്ച് എല്ലാ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നെക്ക് കണ്ടില്ല, നല്ല ഭംഗിയിലും വൃത്തിയിലും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്, ചതുരായിട്ട്. ഇനി നിങ്ങൾക്ക് അവിടെ താഴെ ഭാഗത്ത് കോണ് ആകൃതി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോണാക്കിയിട്ടും തയ്ച്ചെടുക്കാൻ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതേപോലെ നിങ്ങൾ ബോർഡ് നെക്ക് ചെയ്ത് നോക്കുക. ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നല്ല വൃത്തിയിലും ഭംഗിയിലും തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ ജിബും ഒക്കെ എല്ലാതും കവർ ചെയ്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൂട്ടാകുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.